അങ്ങനെ നമ്മുടെ വാട്ടർമെലൺ പ്രോൺ സലാഡ് റെഡി. ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് ഇവിടെ സുഖം തന്നെ. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വാട്ടർമെലൺ ഉപയോഗിച്ചുള്ളൊരു സലാഡാണ്. വാട്ടർമെലൺ പ്രോൺ സലാഡ്. വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു സലാഡാണിത്. എന്നാൽ നമുക്ക് ഈ വാട്ടർമെലൺ ഉപയോഗിച്ച് നല്ലൊരു സലാഡ് തയ്യാറാക്കിയാലോ? നമ്മുടെ സലാഡിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോണ് തണ്ണിമത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി, കുക്കുംബർ സ്ലൈസ് ചെയ്തെടുത്തത്, സവോള അരിഞ്ഞത്, സലാഡിൻ്റെ ഡ്രസ്സിങ്ങിനായിട്ട് കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, തേന്, മസ്റ്റാർഡ് സിറപ്പ്, ഓയിൽ, നാരങ്ങ. ഒരു ബൗളിലേക്ക് നമുക്ക് 1.5 കപ്പ് തണ്ണിമത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് വേണ്ടത് 1.5 കപ്പ് കുക്കുംബർ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത്. ഇതിലേക്ക് ഇനി 3/4 കപ്പ് ചെറി ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സവോള അരിഞ്ഞത്. ഇനി നമുക്ക് സലാഡിന് വേണ്ടിയുള്ള ഡ്രസ്സിങ് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഡിയോൺ മസ്റ്റാർഡ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ തേന്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഉപ്പ്, ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സലാഡ് ഡ്രസ്സിങ് റെഡി. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് പ്രോൺ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 250 ഗ്രാം പ്രോൺ എടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ഇതിങ്ങനെ റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ വെള്ളം പറ്റി വരുന്നിടം വരെ ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് ഇതിനകത്ത് പിടിക്കട്ടെ. പ്രോണിൻ്റെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീയെന്നെടുത്ത് മാറ്റി തണുക്കാൻ വെക്കാം. പ്രോൺ തണുത്തതിന് ശേഷം നമുക്ക് സലാഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സലാഡ് ഡ്രസ്സിങ് ചേർത്ത് കൊടുക്കാം. ഈ സലാഡെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വാട്ടർമെലൺ പ്രോൺ സലാഡ് റെഡി. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വാട്ടർമെലൺ പ്രോൺ സലാഡ് റെഡി. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാവേ. ഇത് അടിപൊളി സലാഡാണ്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്.